ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഹൈപ്പ് ഒക്കെ അടിച്ചൊരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പോലീസുകാര് എല്ലാവരും കൂടെ ചേർന്ന്, അതായത് നമ്മുടെ നന്ദുവിന്റെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ ചേർന്നിട്ട് അവിടെ എന്തോ ഒരു ചെറിയൊരു എന്താ പറയാ ഈ ചെക്കിങ് നടത്തുകയാണ് റോഡിന്റെ സൈഡിൽ. അപ്പം നന്ദു ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് പൈസ പിരിക്കാമെന്നാണ് ഇവന്മാരുടെ ഉദ്ദേശം. കാരണം നന്ദു ഇല്ലല്ലോ, അപ്പം ഇവർക്കും കുറച്ച് പൈസയൊക്കെ എടുക്കാമല്ലോ. അപ്പൊ അങ്ങനെ ഇവർ ചെക്കിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നവീൻ വരിക. അപ്പൊ നവീനെ കണ്ടത് ദേ വക്കീൽ സാർ വരുന്നുണ്ടെന്ന് ഒരു കോൺസ്റ്റബിളോട് പറയുകയാണ് അവിടെ നിന്ന് വേറൊരു പോലീസുകാരൻ. അപ്പോഴത്തേക്കും നമ്മുടെ വക്കീൽ ഇറങ്ങി വന്നു, അതായത് നവീൻ ഇറങ്ങി വന്നു. നവീൻ ഇറങ്ങി വന്നിട്ട് എന്ത് പറ്റി, ഇന്ന് മേഡത്തിനെ കാണുന്നില്ലല്ലോ, മേഡം എന്ത് ചെയ്യേ, SI മേഡം എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ മേഡത്തിന്റെ കാര്യമൊന്നും അറിഞ്ഞില്ലായിരുന്നോ? എന്റെ പൊന്നു വക്കീൽ സാറേ, മേഡം ഇപ്പം റെസ്റ്റിലാണ്. മേഡത്തിനെ കുറച്ചു പേര് പിടിച്ചോണ്ട് പോയി, മേഡത്തിനെ എന്തോ പൂച്ചുവങ്ങാടൊക്കെ ചെയ്തു. മേഡത്തിനെ പിടിച്ചോണ്ട് പോയിട്ടിട്ട് ഒരു രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ഇട്ട് കുറെ തല്ലി ചതച്ചിട്ടങ്ങാണ്ടൊക്കെ വിട്ടത്. അപ്പൊ അതിന്റെ ഒരു റെസ്റ്റിലാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ, ഞാൻ ആ വിവരം അറിഞ്ഞില്ലല്ലോ. അല്ല മേഡം വിളിച്ചൊന്നും പറഞ്ഞില്ലേ? അല്ല നവീൻ സാറിനെ വിളിക്കേണ്ടതായിരുന്നല്ലോ. ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയി പോയി, അതുകൊണ്ട് എന്നെ വിളിച്ചില്ല, ഞാൻ അറിഞ്ഞില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. 2-3 ദിവസമുള്ളു ലീവ്. അല്ല നന്ദന മേഡത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒത്തിരി ദിവസം ഒന്നും റെസ്റ്റ് ഒന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ വന്നോളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും അതിൽ ഈ വിവരമൊക്കെ കേട്ടിട്ട് നമ്മുടെ നവീൻ അങ്ങ് പോവുകയാണ്. അപ്പൊ നവീൻ പോയി പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവീനും അനിയും കൂടെ ഉള്ള സംസാരമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നവീൻ ആണെങ്കിൽ അനിയോട് പറയുന്നുണ്ട് ഇങ്ങനെ നന്ദുവിന്റെ കാര്യവും വിവരങ്ങളും ഒക്കെ പറയുവാണ്. അത് കഴിഞ്ഞിട്ട് നീ എന്താടാ ഇതുവരെ എന്റെ കാര്യം ഒന്നും സംസാരിക്കാത്തത് എന്ന രീതിയിൽ ഇങ്ങനെ ചോദിച്ചു. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു. ഏതായാലും അനി പറയുന്നുണ്ട് അത് പിന്നെ വേറൊന്നുമല്ല, നീ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, നന്ദുവിന്റെ റെസ്പോൺസ് എന്നാന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോകാതിരുന്നത് എന്നൊക്കെ അനി പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവീൻ മനസ്സിൽ പറയുകയാണ്, അല്ലെങ്കിൽ നീ ചോദിക്കില്ലെന്ന് എനിക്കറിയാം, നീ എന്ത് ചോദിക്കാനാ, നീ ചോദിക്കത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ, അതുകൊണ്ടാണല്ലോ ആ കേസ് ഞാനിപ്പം വിട്ടത്. അല്ല നന്ദുവിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നിനക്ക് അറിയാമോ എന്ന് എടുത്ത് നമ്മുടെ നവീൻ ചോദിച്ചപ്പം അവളുടെ മനസ്സിൽ ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാ പിന്നെ എന്തിനാ പേടിക്കുന്നത്? പേടിക്കാനൊന്നുമില്ലല്ലോ. അവളുടെ മനസ്സിൽ കയറി പറ്റാൻ എന്നെ കൊണ്ട് പറ്റും, ഇല്ലെങ്കിൽ ഞാൻ അവളുടെ വീട്ടുകാരുടെ മനസ്സിൽ കയറി പറ്റിയിട്ട് ഞാൻ നടത്തും ഈ വിവാഹം, എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അനി ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നീ ഇപ്പൊ ഇഷ്ടം കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെല്ല്, ഞാനും അവളും അത്രയ്ക്ക് ജീവനായിട്ടാ ഞങ്ങൾ സ്നേഹിച്ചു പോകുന്നത്, ആരും അറിയാതെ അവളുടെ കഴുത്തിൽ താലി ചാർത്തുന്നുണ്ടെങ്കിൽ അത് ഈ അനി തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കോർക്കലുണ്ട് കേട്ടോ. കാരണം നമ്മുടെ അനിയും അങ്ങോട്ട് നല്ലത് പറയുന്നുണ്ട്, നവീനും പറയുന്നുണ്ട്. പക്ഷെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് വർത്താനം പറയുന്നത്, അല്ലാതെ ഇവർക്കിടയിൽ വേറൊരു ശത്രുതയും ഇല്ല. നമ്മുടെ നന്ദുവിന്റെ കാര്യം വരുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്രശ്നം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദുവിനെ കാണാനായിട്ടേ നേരെ കയറി ചെല്ലാണ് നന്ദുവിന്റെ വീട്ടിലേക്ക് നവീന്. അവിടെ ചെല്ലുന്ന ഉടനെ തന്നെ ഇതാരാ വന്നിരിക്കുന്നത്, കയറി വാ, മോൻ എപ്പോഴാ വന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാനിപ്പോ വന്നതേ ഉള്ളൂ, അല്ല നന്ദുവിന്റെ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു, അവർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ അവളുടെ കാര്യം പറയാതിരിക്കുന്നത് ഭേദത്തിന്റെ പൊന്നോ, ഇതുപോലെ ഒരു തലതെറിച്ച പെണ്ണ് അവളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവത്തില്ല. അവള് പോലീസ് ക്ലബിൽ പോകാൻ വേണ്ടി ഇവിടെ നിറങ്ങിയതാ, ലാസ്റ്റ് തല്ലി ചതച്ചില്ലേ അവരെല്ലാരും കൂടെ ചേർന്ന്. ആദർശമോ ചെന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ അവള് ജീവനോടെ കാണത്തില്ലായിരുന്നു. കാരണം എന്റെ മോളെ മയക്കിയിട്ടിട്ടാണ് അവന്മാര് തല്ലി ചതച്ചത്. ഒന്ന് ഓർത്ത് നോക്കിയാൽ അവൾക്ക് ബോധം ഉണ്ടെങ്കിൽ അവള് തല്ലി തോപ്പിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് മാക്സിമം ഞാൻ അവളോട് മറ്റുള്ളവരുമായിട്ട് വൈരാഗ്യം ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, ആ പെണ്ണ് അതൊന്നും കേൾക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നവീൻ പറയുന്നുണ്ട്, ഏതായാലും ഇതിവളുടെ പ്രൊഫഷനായി പോയില്ലേ, അപ്പൊ അതുകൊണ്ട് അവർക്ക് അങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റൂ അമ്മ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഗോവിന്ദ് ചോദിക്കുന്നത്, നീ കൊച്ചിന്റെ കല്യാണക്കാര്യം എന്തൊക്കെയായി, അല്ല വീട്ടിൽ തകൃതിയായിട്ട് വിവാഹാലോചന നടക്കുന്നുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ എന്തൊക്കെയായി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നവീൻ പറയാണ്, എനിക്ക് തീരെ താല്പര്യം ഇല്ല, എൻ്റെ അമ്മയും എൻ്റെ മുത്തശ്ശനും ഒക്കെ കൊണ്ടുവരുന്ന ബന്ധത്തിനോട് എനിക്ക് തീരെ താല്പര്യം ഇല്ല എന്ന് പറയുമ്പോൾ, അതെ മോന്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്നൊക്കെ ഇങ്ങനെ നന്ദു ഇവിടെ പറഞ്ഞായിരുന്നു, എന്നാ പിന്നെ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് വിവാഹം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് ഇച്ചിരി റിസ്ക് ഉള്ള കേസാണ്, അവളെ നമ്മൾ വിചാരിക്കുന്ന ആളല്ല, അവള് കുറച്ച് തന്റേടിയാണ്. ഇപ്പൊ നന്ദുവിന്റെ കാര്യം പറഞ്ഞില്ല, അതുപോലെ നല്ല വില്ലത്തിയാണ് അവള്, കുറച്ച് തന്റേടിയാണ്. അങ്ങനെയുള്ള പെണ്ണുങ്ങളെയാണ് എനിക്ക് ഇഷ്ടം, അങ്ങനെയല്ലേ വേണ്ടത്. ഇങ്ങോട്ടേക്ക് ഒന്ന് തന്നാൽ അവള് 4 അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ടൈപ്പാണ്. അപ്പൊ അത് എൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല.
എന്നാലും അവളോട് ഞാൻ എന്റെ ഇഷ്ടം ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ലെന്ന്. അതെന്താ മോന് ഇതുവരെ ഇഷ്ടം തുറന്നു പറയാത്തത്? അതിനുള്ളൊരു സമയമോ സന്ദർഭമോ ഒന്നും എനിക്ക് കിട്ടിയില്ല. ഉടനെ ഞാൻ എന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയുന്നുണ്ട്. ഓ, ഇവിടെ ഒരുത്തിന് ഞാൻ കല്യാണം കഴിപ്പിക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുക. അവക്കാണ് വിവാഹമേ വേണ്ടെന്നാ പറയുന്നത്. അല്ല, തന്റെ മോന്റെ അമ്മയെ പോലെയുള്ള ഒരു ആരും ഇവളെ സഹിക്കത്തില്ല. അതുപോലെ തന്നെയല്ലേ മിക്ക അമ്മായിമ്മമാരും. ഇവള് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇവളുടെ ഈ ഒരു പ്രൊഫഷൻ ഒന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പം അങ്ങനെ ഇഷ്ടപ്പെടുന്നവര് കാണുന്നേ. അത് ശരിയാ, മോനാണേലും ഒരു തന്റെ ഇടീനെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. മോന് ഇച്ചിരി തണ്ടും തന്റേടും ഒക്കെ ഉള്ള പെണ്ണിനെയല്ലേ ഇഷ്ടം. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ ഇഷ്ടമുള്ള ആണുങ്ങൾ വല്ലതും കാണുമായിരിക്കും. ഏതായാലും ഇവളുടെ കല്യാണമൊക്കെ കണ്ടിട്ടൊന്ന് ചത്താ മതിയായിരുന്നു എന്ന് ഓർത്തിട്ട് അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും നവീൻ അവിടുന്ന് നന്ദുവിനെ കാണാനായിട്ട് വന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് പിന്നത്തെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനയും മുത്തശ്ശനും അതുപോലെ തന്നെ നയനയുടെ വീട്ടിലെ സർവന്റും കൂടെ നിന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ. എലിസബത്ത് സർവന്റ് എന്ന് പറഞ്ഞാൽ നയനയെ നോക്കാൻ വന്ന ആളാണ്. അപ്പം നിന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൽ വെച്ച് ഇങ്ങനെ മുത്തശ്ശനെ കാണുകയാണ്. അപ്പൊ മുത്തശ്ശൻ കണ്ടു നയനെ. അങ്ങനെ മുത്തശ്ശൻ കണ്ടതും ഒരുപാട് സംസാരിക്കാനുണ്ട് മുത്തശ്ശന്. അപ്പൊ മുത്തശ്ശനോട് നയനെ പറയുന്നുണ്ട്, ഇനിയെങ്കിലും ഈ മറവ് മാറ്റിയിട്ട് പുറത്ത് വരത്തില്ലേ മുത്തശ്ശ? ആദർശേട്ടൻ ഇപ്പം ഏകദേശം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആദർശേട്ടൻ എന്തുമാത്രം എഫർട്ട് ഇടുന്നുണ്ടെന്ന് അറിയാലോ എന്ന് പറയുമ്പം, ഇല്ല മോളെ, ഞാൻ ഒരിക്കലും ആദർശിനെ വെറുക്കുന്നില്ല. ഞാൻ ഇങ്ങനെ നിന്നാൽ മാത്രം അവൻ അത്രയും എഫർട്ട് കൂടുതലിട്ട് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. അറിയാലോ നിനക്ക് നാഗേന്ദ്രൻ ആരാണെന്ന് നിനക്കറിയാലോ? എനിക്ക് മനസ്സിലായി. നാഗേന്ദ്രൻ ജലജ അപ്പച്ചിയുടെ ഭർത്താവല്ലേ? അഭിയുടെയും അവന്തികയും അച്ഛൻ. അതെ, അവന്റെ പേര് നീ ശ്രദ്ധിച്ചല്ലോ? അതെ അതെ, നാഗേന്ദ്രൻ. പേരിൽ തന്നെ ഒരു സർപ്പം നിലകൊള്ളുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അതെ, നേരിൽ തന്നെ ഒരു സർപ്പം നിലകൊള്ളുന്നുണ്ട്. പാല് തന്ന കൈക്ക് തന്നെ കൊത്താൻ മടിയില്ലാത്തവരാണ് ഈ പറയുന്ന നാഗേന്ദ്രൻ. അവൻ എന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവന്റെ ചിത്രം അത് ആദർശിന് പകർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. അത് ഉറപ്പായ കാര്യമാണ്. അവൻ ദുഷ്ടൻ. ജലജൊന്നുമല്ല. ജലജ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണ്ടിയായ ദുഷ്ടത്തെയാണ്. പക്ഷെ അതുപോലെയല്ല, അവൻ ബുദ്ധി കൊണ്ടായിരിക്കും കളിക്കുന്നത്, ബുദ്ധി കൊണ്ട്. അതുകൊണ്ട് അവന്റെ കളിയാണോ ഇതൊക്കെയെന്ന് പറയാനും പറ്റത്തില്ല നാഗേന്ദ്രന്റെ. അല്ല, മോള് ഏതായാലും ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് ഇരിക്കുകയല്ലേ? മോൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യരുത്. നല്ല ഹെൽത്തി ബേബീനെ വേണം മോള് പ്രസവിച്ച് ഞങ്ങൾക്ക് തരാനായിട്ട്. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കണം. അല്ലേ എലിസബത്തെ, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. പിന്നെ നാഗേന്ദ്രനെ കുറിച്ച് നിനക്കറിയാലോ. അത് പറയേണ്ട ആവശ്യമുണ്ടോ? പണ്ട് മുതലേ എനിക്ക് ഇദ്ദേഹത്തിന്റെ വീട്ടുകാരുമായിട്ടും കുടുംബക്കാരൊക്കെ ആയിട്ട് ബന്ധമുള്ളതല്ലേ. അന്നൊക്കെ ഞാൻ അവിടെ വന്നുകൊണ്ടിരുന്നപ്പോ നാഗേന്ദ്രനെ ഞാൻ പലവട്ടം കണ്ടത് ഓർക്കുന്നുണ്ട്. ക്രൂരതയുടെ ഒരു മുഖം തന്നെയാ. കണ്ണുകളിൽ അതീവ തീഷ്ണതയാണ്. ഇങ്ങനെ തീ ജ്വലിക്കുന്ന പോലത്തെ ഒരു കണ്ണാണ്. പുള്ളിക്കാരനെ കണ്ടാൽ തന്നെ അറിയാം പുള്ളിക്കാരൻ ദുഷ്ടനാണെന്ന്, ഭയങ്കര ക്രൂരനാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് തന്നെയാണ്. ഏതായാലും നോക്കാം എവിടം വരെ പോകുമെന്ന്. ഞാനുള്ളത് കൊണ്ട് പേടിക്കാനൊന്നുമില്ല മോളെ. ആദർശനോട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ. AM ജൂലഡിയുടെ തലപ്പത്തിരിക്കുന്നവനെ നമുക്ക് വെളിയിലേക്ക് കൊണ്ടുവരണം. നാഗേന്ദ്രനുമായി അവർക്ക് എന്താണ് ബന്ധം നമുക്ക് അറിയണം. എല്ലാം നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ മുത്തച്ഛന്റെ തീരുമാനം പോലെ തന്നെ നമുക്ക് എല്ലാം ഉടനെ തന്നെ കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് മുത്തച്ഛൻ പോയി എന്തോ ഒരു ലേഹ്യമൊക്കെ നമ്മുടെ നയനയ്ക്ക് എടുത്തുകൊണ്ട് എലിസബത്തിന്റെ കൈ കൊടുക്കുകയാണ്. ഇത് കുറച്ച് ലേഹ്യവും മരുന്നൊക്കെയാണ്. ഇത് ഒരു കാര്യം ചെയ്യണം, ഇത് ആയുർവേദ മരുന്നൊക്കെയാണ്. അപ്പം ഇത് കറക്റ്റ് നയനമോൾക്ക് കൊടുക്കണം. നയനമോളുടെ കുഞ്ഞിനും നയനമോളുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ മുത്തശ്ശന്റെ ഒരു സ്നേഹമേ എന്ന് എലിസബത്ത് പറയുമ്പം, മുത്തശ്ശന് വേറെ ആരെങ്കിലും ഉണ്ടോ സ്നേഹിക്കാനായിട്ട്? എന്റെ കൊച്ചുമക്കളും എന്റെ കുടുംബവും തന്നെ എനിക്ക് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുമ്പോഴത്തേക്ക് എലിസബത്തും പറയുന്നുണ്ട്, അതെനിക്കറിയാം. ബിസിനസ് എത്രയധികം സ്നേഹിക്കുന്നു അതിൽ കൂടുതൽ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം എന്ന് എനിക്കറിയാം. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ പിന്നെ ഞാൻ പോവാന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ പോവാണ് കേട്ടോ. മുത്തശ്ശൻ പിന്നെ നേരെ ചെല്ലുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്ക്. അപ്പൊ മുത്തശ്ശി അവിടെ ചെല്ലുമ്പോഴത്തേക്കും, അല്ല ഇത് എങ്ങോട്ട് പോയതായിരുന്നു? അത് പിന്നെ ഞാൻ നയനമോളെ കാണാൻ വേണ്ടി പോയതാ. നയനമോളെ കാണാൻ വേണ്ടിയോ? എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. എങ്കിൽ പിന്നെ ഞാനും വരില്ലായിരുന്നോ? ഇദ്ദേഹം തന്നെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ താന് എപ്പോഴും ദേവയാനിയുടെ കൂടെ പോയി കാണുന്നതല്ലേ. ഇപ്പൊ എനിക്കൊന്ന് കാണാൻ തോന്നി. അവളെ എനിക്കിങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ അല്ലേ കാണാൻ പറ്റത്തുള്ളൂ. ഇനി എന്തിനാ ഒളിച്ചും പാത്തും അവളെ കാണുന്നത്? അവളെ ഇനി നേരിട്ട് പോയി കണ്ടാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? ഇപ്പം ആദർശമോനെ എല്ലാം കണ്ടെത്തി തുടങ്ങിയില്ലേ, പിന്നെ എന്താ പ്രശ്നം? അവൻ കണ്ടെത്തി തുടങ്ങിയത് തന്നെയാ പ്രശ്നം. നീ ഒരു കാര്യം ഓർക്കണം, നാഗേന്ദ്രനാണോ AM ജൂവലറിക്ക് പിന്നിലെന്ന് എനിക്ക് വല്ലാത്ത ഡൗട്ട് ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ബാക്കിയെല്ലാം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുക. കുറച്ചു നാളും കൂടെ ഈ ഒരു അകലം വേണം. അത് വേണം
എന്ന നമ്മുടെ വസുന്ധരയോട് പറയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സീനും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനാമികയും വേണുവും നവീനുമാണ്. അപ്പം അനാമിക ഡിവോഴ്സിന്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം ഡിവോഴ്സ് കൊടുക്കണമെങ്കിൽ കുറച്ച് പൈസ വേണമെന്ന് നമ്മുടെ അനാമിക ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോഴത്തേക്കും എന്താ നവീൻ പറയുന്നുണ്ട്, ആ പൈസയൊക്കെ നിങ്ങൾക്ക് തരാം, പക്ഷെ ഡിവോഴ്സ് ഒന്ന് ഒപ്പിട്ട് കൊടുക്കാൻ പറയുമ്പോൾ ഒപ്പിട്ട് കൊടുക്കണ പൈസ കിട്ടണം, ഇല്ലാതെ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മസിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? അപ്പൊ നമ്മുടെ അനാമിക പറയുന്നുണ്ട്, എനിക്കൊരു ജീവിതം വേണം, ഞാൻ ഒരുത്തന്റെ കൂടെ പോകാൻ വേണ്ടി ഇരിക്കുക, ഈ ഡിവോഴ്സ് കിട്ടിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം, പൈസ അതേറെ എനിക്ക് ആവശ്യമാണ്, ഞങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ അഭിമാനം നിങ്ങൾക്ക് എന്ത് അഭിമാനം എടുത്തിട്ടാ നിങ്ങൾ ഇതൊക്കെ ചെയ്ത്? നിങ്ങൾ ഒന്ന് ഓർക്കണം, ഞാൻ അനിയുടെ വക്കീല, നിങ്ങളുടെ വക്കീലല്ല. എന്നിട്ട് നിങ്ങളുടെ കാല് പിടിച്ച് നടക്കുന്നത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ കേസ് അങ്ങ് ഒതുക്കി തീർക്കാൻ വേണ്ടിയാ. അപ്പോഴത്തേക്കും വേണു ചോദിക്കുന്നത്, അല്ല നവീൻ സാറിന് എന്താ ഇത്രയ്ക്ക് ധൃതി? എന്റെ മോളും അനിയും കൂടെ തമ്മിൽ പിരിയുന്നതിന് അതെന്താ അത്രയ്ക്ക് ധൃതി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. കാത്തിരിക്കുക എല്ലാവരും, അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്, മിസ് ചെയ്ത് കളയരുത്. നമ്മൾ എന്നും ഫുൾ വിശേഷവും അതുപോലെ തന്നെ പ്രമോ വിശേഷം വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ ഇതുവരെ പ്രമോ വിശേഷം പത്രമാറ്റിന്റെ ചെയ്തിട്ടില്ല, വേണമെങ്കിൽ നമ്മുടെ പത്രമാറ്റിന്റെ പ്രമോ വിശേഷം ചെയ്യുന്നതായിരിക്കും. കമന്റ് ബോക്സിൽ ആരെങ്കിലും സജഷൻസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടേരട്ടോ. പിന്നെ രേവതിയുടെ സച്ചിയുടെ കഥ രാവിലെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അലീനയുടെ വിശേഷം, ഇന്നത്തെ ഫുൾ വിശേഷം നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്കമിങ് വിശേഷം നമ്മൾ റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന ചാനലിനകത്ത് ഇടുന്നുണ്ട്. എല്ലാ ലിങ്കും നമ്മുടെ ഈ ചാനലിനകത്ത് തന്നെ പോസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾ പോസ്റ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്കമിങ് വിശേഷത്തിന്റെ ലിങ്ക് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ.